ഹലോ ഫ്രണ്ട്സ്, സിംഗിൾ പെറ്റലിലുള്ള അടീനിയത്തിൻ്റെ കമ്പിനകത്തോട്ട് ഡബിൾ പെറ്റലിൻ്റെ കമ്പുകൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ഇപ്പം ചെയ്യുന്നത്. ഒരു തൈ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്ത് ഡെറ്റോള്, സാഫ്, ഒരു കത്തി, ഒരു കവറും, ഇത്രയാണ് എൻ്റെ ആവശ്യം. എല്ലാം കൊണ്ട് ഡെറ്റാൾ വരട്ടി ഒന്ന് സാനിറ്റൈസ് ചെയ്യുക. ടേപ്പുണ്ട് ഇനി. കമ്പ് കട്ട് ചെയ്ത് ഇത് ഡബിൾ പെറ്റലുള്ള ഒരു അടീനിയത്തിൻ്റെതാണത്. ഇലയെല്ലാം നമുക്ക് കുറേ കളയാം. എന്നിട്ടതേ ആപ്പ് മാതിരിയാക്കി 2 വശവും പക്ഷേ തൊലി വേണം. എന്നിട്ട് ഇതിനെ നെടുവേ പിളർക്കുന്നു. ശകലം ചരിച്ചിൻ്റെ മധ്യത്തിൽ നിന്ന് ഇങ്ങെടുത്ത് കളയാം. അതുകൊണ്ട് എത്രയും എടുത്ത് കളഞ്ഞ്, അതുകൊണ്ട് എത്രയും സാധനം എടുത്ത് കളഞ്ഞ് കളയുമ്പോൾ അവിടെ ഒരു നല്ല വിടവുണ്ടാവും. ആ വിടവിനകത്തോട്ട് ഇതിൻ്റെ കയറ്റി വയ്ക്കുന്നത്. വേണ്ട, കയറ്റി കറക്റ്റായി. ഇനി നമ്മളൊരു ടേപ്പ് വെച്ച് ചുറ്റുന്നതിന് പാട്. നല്ല ഇറുക്ക ചുറ്റുക. സാഫ് വരട്ടില്ലായിരുന്നു. ഇവിടെ ഒരു മുറിവുണ്ടായിരുന്നല്ലോ, അതിനകത്തോട്ട് ഇച്ചിരി സാഫ് ഇട്ട് കൊടുത്ത്. ചിലപ്പോൾ അഴുകി പോയാലോ. ഇത്രയേ ഉള്ളു, തീർന്നു പരിപാടി. ഇത്രയേ ഉള്ളു, തീർന്ന്. ഗ്രാഫ്റ്റിങ് തീർന്ന്. ഇതിന് തന്നെ നമ്മൾ ഒരു കവർ കൊണ്ട് നനയാതിരിക്കുന്നതിന് വേണ്ടിയാണ് വെള്ളം വീണ്.
കണ്ട ഗ്രാഫ്റ്റിങ് കഴിഞ്ഞ്. ഇത് വെള്ളം വീഴാതെ ഒരു കവർ കൊണ്ട് മൂടി കെട്ടി അങ്ങ് വെക്കുന്നു. എന്നിട്ട് നമുക്ക് താഴെ വേണമെങ്കിൽ വല്ലപ്പോഴും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും വെള്ളമൊന്നും വേണ്ട. പൊടിപ്പ് വരുമ്പോഴത്തേക്ക് ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിനെ നമ്മൾ തണലിൽ സൂക്ഷിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഗ്രാഫ്റ്റിങ്ങിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ഈ ഒരെണ്ണം കൂടെ ചെയ്യട്ടോ. ഒരെണ്ണം കൂടെ എടുത്ത് ഇവിടെ വെച്ച് കട്ട് ചെയ്യുന്നു. ഇച്ചിരി തൊലി പോയി. ഒരു പീസും കൂടെ എടുത്ത് താണ്ടേ. അടുത്തത് ഇതുപോലെ വീട്ടുജോലിയും ചെയ്യാറുണ്ട്. അത് സമയമുള്ളതുകൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ സാർ. അല്ല സാർ, വെറുതെ ഇരിക്കാൻ കഴിയാഞ്ഞിട്ട് ഞാൻ തന്നെ ചെയ്യുന്നത്. ആദ്യം 10,000 രൂപയായിരുന്നു. ഉണ്ട് സാർ. ഇല്ല. അങ്ങനെയൊന്നും തരാറില്ല. സാർ, ഇതൊക്കെ ആര് പറയുന്നു? എനിക്ക് ആരുമായിട്ട് മോശമായ ബന്ധങ്ങളില്ല സാർ. മോശമായ ബന്ധമുള്ളതിന്റെ പേരിൽ അയാളുടെ ഭാര്യ പിണങ്ങി പോയെന്ന് കേൾക്കുന്നു. അത് ശരിയാണോ? അദ്ദേഹത്തിന്റെ ഭാര്യ പിണങ്ങി എവിടെയും പോയിട്ടില്ല സാർ. ആക്സിഡന്റ് പറ്റി ദേവമാത ഹോസ്പിറ്റലിൽ കിടക്കുക. നിന്റെ വീടോടെ? എനിക്ക് വീടില്ല സാർ. കളവാതിരിക്കാൻ വേണ്ടി ഒന്നുകൂടെ റബ്ബറിട്ട് കെട്ടാം. കഴക്കൂട്ട എന്ന സ്ഥലപ്പേര്. അപ്പൊ നീ അനാഥയാണ്. അങ്ങനെയായിരുന്നു. കെട്ടി ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങനെ അല്ലാതെ കൂടി അർത്ഥമുണ്ടല്ലോ അല്ലേ? ഞാനിപ്പോ അനാഥയല്ല സാർ. ഇച്ചിരി സാപ്പ് കിടക്കട്ടെ. വീട്ടിലുള്ളവര് എന്നെ സംരക്ഷിക്കുന്നുണ്ട്. വെള്ളം കയറാതിരിക്കാൻ ഒരു കവറിട്ട് കെട്ടുന്നു. അനാഥയായ നിന്നെ, വെറും ഒരു വീട്ടുജോലിക്കാരിയായ നിന്നെ അവർ ഇങ്ങനെ നിന്നെ സംരക്ഷിക്കാനുള്ള കാരണം എന്താ? ഞാൻ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നത് കൊണ്ടായിരിക്കും. ഈ ബാലചന്ദ്ര മേനോന്റെ മകനും ശിവശങ്കര മേനോന്റെ മകനും ചേർന്ന നിന്നെ റേപ്പ് ചെയ്തിട്ടില്ലേ? ഇല്ല. ഇല്ല സാർ. ഹായ്. വേണ്ട, രണ്ടും വേണ്ട, രണ്ട് രീതിയിലും
ചെയ്തിട്ടുണ്ട്. ഇത് മണ്ട ഭാഗം, ഇത് ചുവട് ഭാഗവും. കള്ളം പറയരുത് പോലീസിനോട്. ഇങ്ങനെയാണ് അടീനെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത്. എനിക്ക് സക്സസ് ആയിട്ടുണ്ട്. എന്നിട്ട് അമ്മ രണ്ടുപേരും സമ്മതിച്ചല്ല റേപ്പ് അറ്റംപ്റ്റ് നടന്നെന്ന്. എനിക്ക് പരാതി ഉണ്ടെങ്കിൽ ഞാൻ എഴുതും. എനിക്കില്ലാത്ത പരാതി ഞാൻ എഴുതുകയില്ല. ബാലചന്ദ്ര മേനോന്റെ മകൻ രോഹിത് ബാലചന്ദ്രൻ ശിവശങ്കർ മേനോന്റെ മകൻ ഹരിശങ്കറും ചേർന്ന് എനിക്ക് മയക്കുമരുന്ന് നൽകി നിർബന്ധിച്ച് കഴിപ്പിച്ച്